ഹരേ കൃഷ്ണ. തിരുപ്പതിയിലെ വെങ്കടേശ്വര വിഗ്രഹത്തിന്റെ നെഞ്ചിൽ ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും ഒരുമിച്ച് കുടികൊള്ളുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ കശ്യപ മഹർഷിയുടെ നേതൃത്വത്തിൽ ഋഷിമാർ ഒരു വലിയ യാഗം നടത്തി. യാഗഫലം ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ ആർക്കാണ് നൽകേണ്ടതെന്ന സംശയമുണ്ടായപ്പോൾ ശാന്തനായ ദേവനെ കണ്ടെത്താൻ ഭൃഗു മഹർഷിയെ നിയോഗിച്ചു. ബ്രഹ്മാവിനെയും ശിവനെയും സന്ദർശിച്ച ശേഷം ഭൃഗു മഹർഷി വൈകുണ്ഠത്തിലെത്തി. അവിടെ വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം വിശ്രമിക്കുകയായിരുന്നു. തന്റെ വരവ് ഭഗവാൻ ശ്രദ്ധിച്ചില്ലെന്ന കോപത്താൽ ഭൃഗു മഹർഷി വിഷ്ണുവിന്റെ നെഞ്ചിൽ ചവിട്ടി. എന്നാൽ ഭഗവാൻ കോപിക്കാതെ മഹർഷിയുടെ പാദങ്ങൾ തടവിക്കൊടുത്തു. വിഷ്ണു ഭഗവാന്റെ നെഞ്ച് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായാണ് കരുതപ്പെടുന്നത്. തന്റെ വാസസ്ഥലത്ത് ചവിട്ടിയ മഹർഷിയെ ഭഗവാൻ ശിക്ഷിക്കാത്തതിൽ കോപിച്ച് ലക്ഷ്മി ദേവി വൈകുണ്ഠം വിട്ട് ഭൂമിയിലേക്ക് വന്നു. ലക്ഷ്മി ദേവിയുടെ വിരഹത്താൽ ദുഃഖിതനായ വിഷ്ണു ഭഗവാനും വൈകുണ്ഠം ഉപേക്ഷിച്ച് ഭൂമിയിലെത്തിയ ഭഗവാൻ തിരുമലക്കുന്നുകളിലെ ഒരു പുറ്റിൽ ശ്രീനിവാസൻ എന്ന പേരിൽ വസിക്കാൻ തുടങ്ങി. അക്കാലത്ത് ആ പ്രദേശത്തെ ചോള രാജാവായ ആകാശരാജന്റെ മകളായി ലക്ഷ്മി ദേവിയുടെ അംശമായ പത്മാവതി ദേവി ജനിച്ചു. കാട്ടിൽ നായാട്ടിനിടയിൽ ശ്രീനിവാസൻ പത്മാവതി ദേവിയെ കാണുകയും ഇരുവരും പ്രണയത്തിലാവുകയും ചെയ്തു. ശ്രീനിവാസനും പത്മാവതിയും തമ്മിലുള്ള വിവാഹം നിശ്ചയിച്ചപ്പോൾ രാജകീയമായ വിവാഹ ചെലവുകൾക്കായി ശ്രീനിവാസന് പണമില്ലായിരുന്നു. ഇതിനായി ഭഗവാൻ ധനദേവനായ കുബേരനിൽ നിന്നും വലിയൊരു തുക വായ്പയായി സ്വീകരിച്ചിരുന്നു. കലിയുഗത്തിന്റെ അവസാനം വരെ ഈ കടത്തിന്റെ പലിശ വീട്ടിക്കൊള്ളാമെന്നായിരുന്നു ഭഗവാന്റെ കരാർ. ശ്രീനിവാസനും പത്മാവതിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ വിവരം കോലാപൂരിൽ തപസ് ചെയ്യുകയായിരുന്ന ലക്ഷ്മി ദേവി അറിഞ്ഞു. തന്റെ ഭർത്താവ് ഭൂമിയിൽ മറ്റൊരു വിവാഹം കഴിച്ചു എന്നറിഞ്ഞ ദേവി തിരുമല കുന്നുകളിലേക്ക് ദേഷ്യത്തോടെ പാഞ്ഞെത്തി. അവിടെ വെച്ച് ലക്ഷ്മി ദേവിയും പത്മാവതി ദേവിയും നേർക്കുനേർ കണ്ടുമുട്ടുകയും ശ്രീനിവാസനെ ചൊല്ലി വലിയൊരു തർക്കമുണ്ടാവുകയും ചെയ്തു. രണ്ടുപേരും ഭഗവാനോട് വിശദീകരണം ചോദിച്ചു. രണ്ട് ദേവിമാരുടെ കോപത്തിനും ചോദ്യങ്ങൾക്ക് മുന്നിലും എന്തു ചെയ്യണമെന്നറിയാതെ ഭഗവാൻ നിസ്സഹായനായി നിന്നു. ഈ തർക്കം പരിഹരിക്കാനായി ബ്രഹ്മാവും ശിവനും അവിടെ പ്രത്യക്ഷപ്പെടുകയും രഹസ്യം വെളിപ്പെടുത്തുകയും ചെയ്തു. പത്മാവതി മറ്റാരുമല്ല, രാമായണകാലത്ത് രാവണന്റെ തടവിലായിരുന്ന സീതയ്ക്ക് പകരം അഗ്നിപ്രവേശനം ചെയ്ത വേദവതി എന്ന കന്യകയാണ് പത്മാവതിയായി ജനിച്ചത്. അന്ന് ശ്രീരാമൻ വേദവതിക്ക് നൽകിയ വാക്ക് പാലിക്കാനാണ് കലിയുഗത്തിൽ ശ്രീനിവാസനായി അവതരിച്ച് പത്മാവതിയെ വിവാഹം കഴിച്ചെന്ന് ലക്ഷ്മി ദേവിയെ ബോധ്യപ്പെടുത്തി. പത്മാവതി ദേവി ലക്ഷ്മി ദേവിയുടെ തന്നെ മറ്റൊരു ഭാവമാണെന്നും ഇരുവരും തിരിച്ചറിഞ്ഞു. സത്യം മനസ്സിലാക്കിയതോടെ ദേവിമാരുടെ കോപം ശമിക്കുകയും എന്നാൽ കലിയുഗത്തിലെ മനുഷ്യരുടെ ദുരിതങ്ങൾ തീർക്കാൻ ഭഗവാൻ ഭൂമിയിൽ തന്നെ ശിലാരൂപത്തിൽ നിലകൊള്ളാൻ തീരുമാനിച്ചു. ഭഗവാനോട് തങ്ങൾക്കുള്ള ശാശ്വതമായ സ്നേഹം പ്രകടിപ്പിക്കാൻ രണ്ട് ദേവിമാരും വെങ്കടേശ്വരന്റെ നെഞ്ചിൽ ഇടം പിടിച്ചു. ലക്ഷ്മി ദേവി ഭഗവാന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്തും പത്മാവതി ദേവി ഭഗവാന്റെ നെഞ്ചിന്റെ വലതുഭാഗത്തും കുടികൊണ്ടു. അതുകൊണ്ടാണ് തിരുപ്പതിയിലെ വെങ്കടേശ്വര വിഗ്രഹത്തിന്റെ നെഞ്ചിൽ ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയുടെയും പത്മാവതി ദേവിയുടെയും രൂപങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.